പ്രശസ്ത പാരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗഡ്ഖലിന് പ്രണാമം. 1942 മെയ് 24 പൂനെയിലായിരുന്നു ജനനം. രാജ്യത്തിനും വിശേഷിച്ച് കേരളത്തിനും പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് നിർണായക സംഭാവനകൾ നൽകിയ ശാസ്ത്ര പ്രതിഭയായിരുന്നു ഇദ്ദേഹം. 83 വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 2026 ജനുവരി 7 അന്തരിച്ചു. പൂനെയിലെ വീട്ടിലായിരുന്നു ഡോക്ടർ മാധവ് ഗഡ്ഖലിന്റെ വിയോഗം. അമ്മ പ്രമീള, അച്ഛൻ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായ ധനഞ്ജയ് രാംചന്ദ്ര ഗഡ്ഖിൻ. പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മുംബൈയിൽ നിന്നും ജീവശാസ്ത്രം പഠിച്ച ശേഷം മാധവ് ഗണിത പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് ചെയ്തു. ഹാർഡ്വാർഡിൽ അദ്ദേഹം ഒരു IBM ഫെലോ ആയിരുന്നത് കൂടാതെ അപ്ലൈഡ് മാത്തമാറ്റിക്സിൽ റിസർച്ച് ഫെലോയും ജീവശാസ്ത്രം അധ്യാപകനുമായിരുന്നു. 1973 മുതൽ 2004 വരെ ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അധ്യാപകനായിരിക്കുമ്പോൾ ഇദ്ദേഹം അവിടെ പാരിസ്ഥിതിക ശാസ്ത്രത്തിൽ ഒരു വിഭാഗം ആരംഭിക്കുകയുണ്ടായി. ശ്രീ ഗഡ്ഖിൽ സ്റ്റാൻഫോർഡിലെ ബെർക്ലിയിലെ കാലിഫോർണിയ സർവകലാശാലയിലും സന്ദർശക പ്രൊഫസർ ആയിരുന്നു. ജനസംഖ്യാശാസ്ത്രം, പരിസ്ഥിതി സംരക്ഷണ ശാസ്ത്രം, മനുഷ്യ പരിസ്ഥിതി ശാസ്ത്രം, പരിസ്ഥിതി ചരിത്രം എന്നിവയിൽ താൽപ്പര്യമുള്ള ഗഡ്ഖിൽ 215ഓളം ഗവേഷണ പ്രബന്ധങ്ങളും മറ്റു പുസ്തകങ്ങളും സ്ഥിരമായി ആനുകാലികങ്ങളിൽ ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമാണ് എഴുതാറ്. ഭാരതത്തിലെ ഗവേഷകരുമായും അധ്യാപകരുമായും നിയമജ്ഞരുമായും സർക്കാരിതര സംഘടനകളുമായും കർഷകരുമായുമെല്ലാം അദ്ദേഹം നിരന്തരം ബന്ധപ്പെട്ടു വന്നിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികളും കലാശാല അധ്യാപകരുമായും എല്ലാ ജൈവ വൈവിധ്യ നിരീക്ഷണങ്ങളിലും അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. 2002 ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി ആക്ട് ഉണ്ടാക്കിയ സമിതിയിൽ ഡോക്ടർ ഗഡ്ഖിൻ അംഗമായിരുന്നു. പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം നിരീക്ഷിക്കുവാനായി ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൃംഖലയിലും അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചു. 2002 ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി ആക്ട് ഉണ്ടാക്കിയ സമിതിയിൽ ഡോക്ടർ ഗഡ്ഖിൽ അംഗമായിരുന്നു. പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം നിരീക്ഷിക്കുവാനായുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൃംഖലയിലും ഗഡ്ഖിൽ സജീവമായിരുന്നു. തദ്ദേശവാസികളുടെ അറിവുകൾ ആധുനികമായ അറിവുകളുമായി കോർത്തിണക്കി പ്രകൃതി വിഭവങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കണമെന്ന് ഇദ്ദേഹം ചൂണ്ടിക്കാട്ടി. നാട്ടുജൈവവൈവിധ്യത്തിന്റെ പട്ടിക ഉണ്ടാക്കാനുള്ള ദേശവ്യാപകമായ പദ്ധതിയിലും ഡോക്ടർ ഗഡ്ഖിൽ സജീവമായി ഇടപെട്ടിരുന്നു. സ്കൂളുകളിലെ പാരിസ്ഥിതിക വിദ്യാഭ്യാസം പരിഷ്കരിക്കാനുള്ള സമിതിയുടെ അധ്യക്ഷനായിരുന്നു ഗഡ്ഖിൽ. പശ്ചിമഘട്ട ജൈവ വിദഗ്ധ സമിതിയുടെ തലവനാണ് ഡോക്ടർ ഗഡ്ഖിൽ. മാധവ് ഗഡ്ഖലിന്റെ ആത്മകഥയുടെ പേരാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. കേരളം ഉള്ളിടത്തോളം കാലം ഗഡ്ഖലിന്റെ ഈ വാക്കുകൾ പ്രകൃതി സ്നേഹികൾ ഒരിക്കലും മറക്കില്ല. അത്രയും പ്രസക്തമായ ഗൗരവ സ്വഭാവത്തിലുള്ള നിർദ്ദേശങ്ങളാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗഡ്ഖിൽ പൊതുസമൂഹത്തിന് മുൻപാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതിഭാശാലി വിടവാങ്ങിയപ്പോൾ കേരളത്തിനും പ്രകൃതി സംരക്ഷണ പ്രവർത്തകർക്കുമാണ് തീരാനഷ്ടമായത്. തീരനഷ്ടമാണ് രാജ്യത്തിനും വിശേഷിച്ച് കേരളത്തിനും. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് നിർണായക സംഭാവനകൾ നൽകിയ ശാസ്ത്ര പ്രതിഭയായിരുന്നു ഇദ്ദേഹം. 83 വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് പൂനെയിലെ വീട്ടിലായിരുന്നു ഡോക്ടർ മാധവ് ഗഡ്ഖലിന്റെ വിയോഗം. മലയാളികൾക്ക് ആരാണ് മാധവ് ഗഡ്ഖിൽ എന്നറിയണമെങ്കിൽ പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല എന്ന വാക്കുകൾ പരിശോധിച്ചാൽ മതി. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളുടെ തുടക്കം വരും തലമുറകൾക്ക് പോലും ബാക്കി വെക്കാതെ കൊള്ളയടിക്കുന്ന ഭരണകൂടങ്ങൾ. ഭൂമിയുടെ സ്പന്ദനമറിയുന്ന ഗഡ്ഖലിന്റെ വാക്കുകൾ ഭരണകൂടവും തള്ളിക്കളഞ്ഞു. അതിന്റെ ഫലം പ്രകൃതി കാണിച്ചു തുടങ്ങി. പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക നില വിലയിരുത്തുന്നതിനും സംരക്ഷണ തന്ത്രങ്ങൾ ശുപാർശ ചെയ്യുന്നതിനുമായി 2010 കേന്ദ്രം പരിസ്ഥിതി മന്ത്രാലയം ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഡോക്ടർ മാധവ് ഗഡ്ഖിൽ ആയിരുന്നു കമ്മിറ്റിയുടെ ചെയർമാൻ. അപൂർവ ജൈവ വൈവിധ്യ മേഖലയായ പശ്ചിമഘട്ടത്തിൽ ഗവേഷണ നിരീക്ഷണങ്ങളും പരിശോധനകളും സാധ്യമാക്കിയ വിദഗ്ധ സമിതി 2011 ഓഗസ്റ്റ് 31 കേന്ദ്ര സർക്കാരിന് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. പശ്ചിമഘട്ട മലനിരകളെ മുഴുവൻ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കണമെന്നതായിരുന്നു കമ്മിറ്റിയുടെ ശുപാർശ. ആ മേഖല ഗുരുതരമായ പാരിസ്ഥിതിക ശോഷണം നേരിടുന്നുവെന്നും സംരക്ഷണത്തിന് ആ പ്രഖ്യാപനം അനിവാര്യമാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. മാധവ് ഗഡ്ഖലിന്റെ പ്രധാന നിബന്ധനകൾ ഇങ്ങനെയായിരുന്നു. പശ്ചിമഘട്ട മേഖലയിൽ പുതിയ ഖനനങ്ങൾ പാടില്ല. ഒരു കാരണവശാലും അതിന് അനുമതി നൽകരുത്. നിലവിലുള്ള നിയമവിരുദ്ധ ഖനനങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കുകയും വേണം. ഈ മേഖലയിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനങ്ങൾ സമ്പൂർണ്ണമായും നിരോധിക്കണം. കാലാവധി കഴിഞ്ഞ താപനിലയങ്ങളും ഡാമുകളും ഘട്ടം ഘട്ടമായി ഡീകമ്മീഷൻ ചെയ്യണം. പശ്ചിമഘട്ട മേഖലകളിലുള്ള പൊതു ഉടമസ്ഥ ഭൂമി സ്വകാര്യവൽക്കരിക്കരുത് എന്നും പുതിയ കയ്യേറ്റങ്ങൾക്ക് ഒരിക്കലും ഇടമൊരുക്കരുത്. പുതിയ സാമ്പത്തിക മേഖലകളും ഹിൽ സ്റ്റേഷനുകളും അനുവദിക്കരുത്. വനഭൂമി ഇതര ആവശ്യങ്ങൾക്കായി വകമാറ്റരുത്. വന അവകാശ നിയമത്തിന് കീഴിൽ ചെറുകിട പാരമ്പര്യ ഭൂ ഉടമകളുടെ അവകാശം അംഗീകരിക്കണം. കൃഷിഭൂമി ഇതര ആവശ്യങ്ങൾക്കായി രൂപമാറ്റം വരുത്തരുത്. ഈ മേഖലകളിൽ ജനിതക മാറ്റം വരുത്തിയ വിളകൾ കൃഷി ചെയ്യരുത്. രാസ കീടനാശിനികളും കളനാശിനികളും ഉപേക്ഷിച്ച് ജൈവ കൃഷി വ്യാപിപ്പിക്കണം.
2 കന്നുകാലികളെങ്കിലുമുള്ള കുടുംബങ്ങൾക്ക് ബയോഗ്യാസ് പ്ലാന്റ് ആരംഭിക്കാം, സബ്സിഡി നൽകണം. ഗുരുതര മലിനീകരണം ഉണ്ടാകുന്ന വ്യവസായങ്ങൾ നിർത്തലാക്കണം. സൗരോർജ്ജ പ്രയോഗം പ്രോത്സാഹിപ്പിക്കണം. പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം ഘട്ടം ഘട്ടമായും പൂർണ്ണമായും ഒഴിവാക്കാനും കെട്ടിട നിർമ്മാണങ്ങൾ പരിസ്ഥിതി സൗഹാർദ്ദമാക്കാനും പ്രാദേശിക ജൈവ വിഭവങ്ങൾ ഉപയോഗിച്ചുള്ള വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കാനും ജനകീയ പങ്കാളിത്തത്തോടെ ജലത്തിന്റെ ഗുണവും പുഴയുടെ ഒഴുക്കും മെച്ചപ്പെടുത്തണം എന്നിങ്ങനെയായിരുന്നു നിർദ്ദേശങ്ങൾ. എന്നാൽ മാധവ് ഗഡ്ഗിൽ കമ്മിറ്റിയുടെ ശുപാർശകൾക്കെതിരെ വൻ ജനരോക്ഷമാണ് കേരളത്തിൽ അലയടിച്ചത്. മലയോരത്തെ മനുഷ്യരുടെ ജീവനോപാധികൾ ഇല്ലാതാക്കുന്നതും കുടിയൊഴിപ്പിക്കലിന് ഒത്താശ ചെയ്യുന്നതുമാണ് റിപ്പോർട്ട് എന്ന് ആരോപിച്ച് ജനങ്ങളുടെ ഐക്യനിര പ്രക്ഷോഭം ആരംഭിച്ചു. ക്രിസ്തീയ സഭകളുടെ ശക്തമായ പിന്തുണയിലായിരുന്നു പ്രതിഷേധം. കോഴിക്കോട് താമരശ്ശേരിയിലടക്കം സമരം അക്രമാസക്തമായി. പിന്നാലെ കസ്തൂരിരംഗൻ കമ്മീഷൻ, മാധവ് ഗഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ ജനരോക്ഷം കത്തിയാളിയപ്പോൾ കേന്ദ്ര സർക്കാർ മുൻ ISRO മേധാവി ഡോക്ടർ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിൽ മറ്റൊരു കമ്മിറ്റിയെ നിയോഗിച്ചു. പശ്ചിമഘട്ടത്തിൽ 37% മേഖലകളിൽ കർശന നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്നായിരുന്നു ഈ കമ്മീഷന്റെ നിർദ്ദേശം. മാധവ് ഗഡ്ഗിലിന്റെ നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തുന്നതായിരുന്നു കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട്. മാധവ് ഗഡ്ഗിൽ വരാൻ പോകുന്ന പ്രകൃതി ദുരന്തത്തെ മുന്നറിയിപ്പ് നൽകിയത് ഇങ്ങനെ: പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല. 4-5 വർഷം മതി. അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. മാധവ് ഗഡ്ഗിൽ 2013 പറഞ്ഞു. 2018 ഗഡ്ഗിലിന്റെ വാക്കുകൾ പ്രകൃതി രൂക്ഷമായി പ്രകടിപ്പിക്കാൻ തുടങ്ങി. മാധവ് ഗഡ്ഗിലിന്റെ പ്രവചന സ്വഭാവത്തിലുള്ള ആ വാക്കുകൾ 2018 എല്ലാ വർഷവും അനർത്ഥമാവുന്നുണ്ട്. കേരളത്തിൽ സമാനതകളില്ലാത്ത പ്രളയ ദുരന്തമാണ് 2018 483 മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടു. തുടർന്നുള്ള വർഷങ്ങളിൽ കവളപ്പാറ, പുത്തുമല, പെട്ടിമുടി തുടങ്ങിയ ഇടങ്ങളിൽ വൻ ഉരുൾ ദുരന്തങ്ങളും. മലപ്പുറത്തെ കവളപ്പാറയിൽ 2019 59 പേരുടെ ജീവൻ നഷ്ടമായി. വയനാട്ടിലെ പുതുമലയിലുണ്ടായ മലയിടിച്ചിലിൽ 2019 കൊല്ലപ്പെട്ടത് 17 പേർ. ഇടുക്കിയിലെ പെട്ടിമുടിയിൽ 2021 ജീവനറ്റത് 70 പേർക്ക്. ഏറ്റവും ഒടുവിൽ വയനാട് മുണ്ടക്കയിൽ 2024 സമാനതകളില്ലാത്ത ഉരുൾപൊട്ടലിൽ 373 പേർക്ക് ജീവൻ നഷ്ടമായി. 2018 വരെ കാണാതെയായി. സംസ്ഥാനത്ത് വർഷം ചെല്ലുന്തോറും മൺസൂണിൽ ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ മാധവ് ഗഡ്ഗിലിന്റെ പശ്ചിമഘട്ട സംരക്ഷണ ശുപാർശകൾക്ക് പ്രാധാന്യമേറുകയാണ്. പ്രവചന സ്വഭാവത്തിലുള്ള ഈ വാക്കുകൾ കേരളമുള്ളിടത്തോളം കാലം പ്രകൃതിയിൽ അലയടിക്കും.